നല്ല സ്വാദുള്ളൊരു മത്തിക്കറി പെട്ടെന്ന് വെച്ചാലോ. 1 കിലോ മത്തി ഉണ്ടല്ലോ, നല്ലപോലെ വൃത്തിയാക്കി എടുക്കാവേ. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ഇട്ട് മൂപ്പിക്കാം. മീൻകറിക്ക് വേണ്ടിയുണ്ടല്ലോ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 വെളുത്തുള്ളിയും കൂടെ എടുത്ത് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഒരു 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും തക്കാളി ഒക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടതുണ്ടല്ലോ കുടംപുളിയാണ്. ഒരു 5 അല്ലി കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അരപ്പൊന്ന് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറു ചൂടുവെള്ളം, നമുക്ക് ആവശ്യമുള്ള ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു മീഡിയം ഫ്ലെയിമിൽ മത്തി വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. മീൻകറി നല്ലപോലെ പാകമായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കിയിട്ട്